Production statement method. Production statement method. Production statement method. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? When a cost sheet, okay, when a cost sheet includes information about sales, profit, stock, etc., the cost sheet is known as production statement. Cost sheet is known as production statement. ഒരു കോസ്റ്റ് ഷീറ്റിന്റെ നോർമൽ ഇൻഫർമേഷന്റെ അപ്പുറത്തേക്ക് സെയിൽസ് ഇൻഫർമേഷൻ, പ്രോഫിറ്റ് ഇൻഫർമേഷൻ, സ്റ്റോക്ക് ഇൻഫർമേഷൻ, ഇത്തരം കാര്യങ്ങൾ കൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നെങ്കിൽ ആ കോസ്റ്റ് ഷീറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഈ കോസ്റ്റ് ഷീറ്റ്, ഓക്കെ, കോസ്റ്റ് ഷീറ്റ് നോർമലി നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോമ്പണൻസ് ആണ്. എന്തിന്റെ? ദി കോസ്റ്റ് കോമ്പണൻസ്. കോസ്റ്റ് കോമ്പണൻസ് ആണ് ഡിസ്ക്ലോസ് ചെയ്യുക ഇൻകേർഡ് ഡ്യൂറിംഗ് ദി. Whereas production statement reveals sales, stock, profit. പക്ഷെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? ഇത് പ്ലസ് സെയിൽസ്, സ്റ്റോക്ക്, പ്രോഫിറ്റ്, ഈ ഇൻഫർമേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത്. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റും കോസ്റ്റ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? കോസ്റ്റ് ഷീറ്റ്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്. കോസ്റ്റ് ഷീറ്റില് ജസ്റ്റ് ആ കോമ്പണൻസ് ഓഫ് ദി കോസ്റ്റ് മാത്രമേ കാണിക്കുള്ളൂ. കോസ്റ്റ് കോമ്പണൻസ്. ഇതില് കോസ്റ്റ് കോമ്പണൻസ് പ്ലസ് എന്തൊക്കെ ഇൻഫർമേഷൻ? സെയിൽസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, പിന്നെയോ പ്രോഫിറ്റ് റിലേറ്റഡ്, അതുപോലെ സ്റ്റോക്ക് റിലേറ്റഡ് ഇൻഫർമേഷൻ കാണിക്കും. ഇതിനകത്ത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ്. അത് ഇതൊന്നും കൂടെ ബ്രോഡർ ആണ്. ക്ലിയർ? ഇനി ഇതില് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റോക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റോക്ക്. Treatment of stock. There may be three type of stocks. That is stock of raw material, stock of work in progress, then finished goods. Stock of finished goods. മൂന്ന് സ്റ്റോക്ക് ഉണ്ട് അല്ലെ? സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താവാം? നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോസസ് ഒക്കെ ചെയ്ത ശേഷമുള്ള, അല്ലെ? ഓക്കെ, പ്രോസസ് ചെയ്ത ശേഷമുള്ള ഒരു രൂപമാണ്. ദാറ്റ് ഈസ് കോൾഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതില് ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. Stock of raw material. In order to arrive at the value of raw material consumed or used, അപ്പൊ നമ്മൾ എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആഡഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ then added to purchase. ഓക്കെ, നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഐറ്റം ഉണ്ട് അല്ലെ? പർച്ചേസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കൂടെ, പർച്ചേസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യും. Then closing stock of material is consumed must be deducted. Okay, അപ്പൊ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്നിരിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. സോ ഇതാണ് എന്തിന്റെ ട്രീറ്റ്മെന്റ്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന്റെ ട്രീറ്റ്മെന്റ്. ഇനി സ്റ്റോക്ക് ഓഫ് എന്ത് കിടക്കുന്നുണ്ട്? വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഒന്നുകൂടെ എലാബറേറ്റ് ആയിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ ആദ്യം കാണിക്കും. ഇനി ഈ വർഷം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യണം? ആഡ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. ഓക്കെ, ആഡ് ചെയ്യണം. അതുപോലെ തന്നെ
ഇതിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. പർച്ചേസ് ചെയ്താൽ നമ്മൾ റിട്ടേൺ അയച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇനി ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റം ആണ് കാരേജ് ഇൻവാർഡ്. എന്താണ് കാരേജ് ഇൻവാർഡ്? ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയ്ക്കാണ് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചത്. അത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് 2,000 രൂപ ചെലവുണ്ടെന്ന് ഇരിക്കുക. അപ്പൊ എത്രയാണ് നമ്മളെ പർച്ചേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,02,000 ആണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റോ മെറ്റീരിയൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി വന്ന ചെലവ് കാരേജും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തു. ഇപ്പൊ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് ആയേ. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ കാണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. എന്ത് കിട്ടും, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. സിമ്പിൾ ലോജിക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ. ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഇഗ്നോർഡ്. നോർമലി സംഭവിക്കുന്ന ലോസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമൽ. ബട്ട് അബ്നോർമൽ ലോസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി വാല്യൂ ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. അല്ലെ, ഞാൻ 1,00,000 രൂപയുടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതില് നമുക്ക് റോ മെറ്റീരിയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അബ്നോർമൽ ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നോട്ട് നോർമൽ, അബ്നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ that should be deducted from purchase. Okay, for example 50,000 രൂപയുടെ പർച്ചേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 50,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാ, ഒരു നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ നഷ്ടപ്പെടുന്നതിന് നമ്മൾ എന്ത് ചെയ്യില്ല, ലോസിന് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇതിൽ എന്ത് ചെയ്യാണ്, ഫയർ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഫയർ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 25,000ന്റെ ഗുഡ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. എന്താ, ഫയർ വഴി നമുക്ക് 25,000 രൂപയുടെ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് വെച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഡിഡക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്തില്ല, 50,000 പർച്ചേസ് ചെയ്തില്ലേ, അപ്പൊ പർച്ചേസ് എത്രയായിട്ട് കുറയണം, 25,000 ആയിട്ട് കുറയണം. ക്ലിയർ ആണോ? ഓക്കെ, that's a treatment of abnormal loss. Okay, then stock of work in progress. Okay, work in progress refers to semi finished or partly finished goods. There are in progress of manufacture. These are in progress of manufacture, നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. And some portion of factory overhead has been incurred on them. Thus, the value of work in progress consists of direct material, direct labor, and factory overhead. The stock of work in progress should be adjusted in factory overhead. Work in progress adjust ചെയ്യേണ്ട എവിടെയാണ്, ഫാക്ടറി ഓവർഹെഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫാക്ടറി ഓവർഹെഡ്. അപ്പൊ പ്രൈം കോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കാൽക്കുലേഷൻ കൊണ്ടുവരിക. സോ ക്ലോസിംഗ് ദ റിസൾട്ടഡ് എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ഫാക്ടറി കോസ്റ്റ്. The return in the following manner. നമുക്ക് എങ്ങനെ ഇതിനെ സൂചിപ്പിക്കാം. ഒന്ന്, നമുക്ക് പ്രൈം കോസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് ആഡ് ഫാക്ടറി ഓവർഹെഡ്, നമ്മൾ ആഡ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ ആഡ് എന്ത് ചെയ്യാ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മൾ ആഡ് ചെയ്തു. ഇതിൽ എന്ത് ലെസ് ചെയ്യണം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. then you will get an amount that is called factory cost. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചോളൂ. പ്രൈം കോസ്റ്റിനെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് കിട്ടിയിരുന്നു, ഫാക്ടറി കോസ്റ്റ് കിട്ടിയിരുന്നു. പക്ഷെ ഇതിൽ വർക്ക് ഇൻ പ്രോഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഫാക്ടറി ഓവർഹെഡിലാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റി അതിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ക്ലിയർ ആണോ? സോ ട്രീറ്റ്മെന്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഓവർ. ദെൻ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, മൂന്നാമത്തെ ടൈപ്പ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ്
എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ ട്രീറ്റ്മെന്റ് ആണ്. Such of stock finished goods should be adjusted before calculating cost of goods sold. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്തിയിട്ടുണ്ടാവും. നമ്മള് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, നിങ്ങൾ ലെസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, ഇത്രയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ 3 കാര്യങ്ങളെ ട്രീറ്റ് ചെയ്ത്. ഒന്ന് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. 3നെയും ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ കൂട്ടി നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ദെൻ ഇത് ഫാക്ടറി ഓവർഹെഡിൽ ഉപയോഗിക്കും. ഇത് പ്രൈം കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരും. ക്ലിയർ ആണോ?